Hello, good evening everyone. Welcome back to India's first animated live tuition. So yes, നമ്മുടെ probability chapter last chapter ആയ probabilityയുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ യെസ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം അയച്ചു കൊടുക്കുക. അവർക്ക് ഇനിയും എക്സാം സമയമായിട്ട് ഒന്നും പഠിച്ചില്ല എന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി, അഡ്മിഷൻ കോൺടാക്ട് നമ്പർ ഇവിടെ സ്ക്രോൾ ഇല്ലെങ്കിൽ വെറുതെ കാണുന്നുണ്ടല്ലോ. സോ യെസ്, ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല അറിയാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് വെച്ചിട്ടുണ്ട്. സോ യെസ്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ നമ്പർ അയച്ചു കൊടുക്കുക, അവരും വിളിച്ച് പഠിക്കട്ടെ, മാർക്ക് മേടിക്കട്ടെ, 90+ മാർക്ക് സ്കോർ ചെയ്യട്ടെ. സോ യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻസ് വേണം? 14ാമത്തെ ചാപ്റ്റർ അല്ലേ, 14 ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഒരു 14 ക്വസ്റ്റ്യൻ പഠിച്ച് തകർത്തിട്ട് പോയാലോ? പ്രോബബിലിറ്റി എന്നൊക്കെ 14 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ്സിൽ നിന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻ പഠിക്കേണ്ടി വരും? സോ യെസ്, 14 ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഇപ്പൊ പറയത്തില്ല. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A coin is tossed 3 times. Consider the following events. No head appears, exactly 1 head appears, and at least 2 heads appear. Do they form a set of mutually exclusive and exhaustive events? ഈ ചാപ്റ്ററിലുള്ള 2-3 ടോപ്പിക്കേ ഉള്ളൂ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് എന്ത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 3 ഇവന്റ്സ് ഉണ്ട്. ഇവന്റ്സ് A, B and C അല്ലെ? 3 ഇവന്റ്സ് ഉണ്ട്. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മ്യൂച്വലി എന്ന് പറയുമ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോകണമെന്ന് പറയില്ലേ? എത്ര പേര് വേണം? 2 പേര്. സോ A എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുവാണെങ്കിൽ അതിനോട് B എന്ന് പറഞ്ഞ സെറ്റിനെ കമ്പൈൻ ചെയ്യാം, C എന്ന് പറഞ്ഞ സെറ്റിനെ കമ്പൈൻ ചെയ്യാം. ഇവരുടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 5 ആയിരിക്കണം. അതുപോലെ തന്നെ B എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുമ്പോൾ സിയുടെ കൂടെ 5. ഈ പല കോമ്പിനേഷൻസ് എടുത്തു കഴിയുമ്പോൾ ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്സ്. ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അവിടെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ. എല്ലാവരുടെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ സാമ്പിൾ സ്പേസ് എസ് കിട്ടണം. അതാണ് എക്സോസ്റ്റീവ് ഈവന്റ്സ്. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് A, B and C ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവന്റ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ A എന്ന് പറഞ്ഞ സെറ്റ് എഴുതിക്ക്. അതിനു മുൻപ് ആര് വേണം? കോയിൻ ഈസ് ടോസ്ഡ് 3 times. ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്കംസ് ആണ് ഹെഡും ടെയിലും. 3 തവണ ടോസ് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഔട്ട്കംസ് കിട്ടും? 2 raised to 3, 8 കിട്ടും. പക്ഷേ ഈ ഔട്ട്കംസ് എഴുതി കഴിയുമ്പോൾ ഏതെങ്കിലും ഹെഡോ ടെയിലോ വിട്ടുപോയോ എന്നൊരു കൺഫ്യൂഷൻ സ്ഥിരം കാണും. സോ യെസ്, ഞാൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. A ക്രോസ് A എഴുതുമ്പോഴത്തെ സെയിം ഫോർമാറ്റ്. 2 ഔട്ട്കംസ് ഹെഡും ടെയിലും അല്ലേ? ഇവരെ ഓരോ തവണ വെച്ചിട്ട് എഴുതുക. THT 8 എണ്ണം. ST. ഓക്കെ. ഇനി അതിന്റെ ലെഫ്റ്റിലേക്ക് 2 തവണ വെച്ചിട്ട് HHTT HH. ഒന്നും പഠിക്കല്ല, ഞാൻ ഇങ്ങനെ പല ശബ്ദ രീതികളും പുറപ്പെടുവിക്കും, ആരും പഠിക്കണ്ട. HHTT. ഇനി 4 ഹെഡ് HH ലെഫ്റ്റിൽ TT 4 ടെയിൽ കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ സാമ്പിൾ സ്പേസിലെ 8 ഔട്ട്കംസ്. അത് ഒരു സെറ്റ് ആയിട്ട് നമുക്കറിയാം, സാമ്പിൾ സ്പേസ് ഒരു സെറ്റ് ആണല്ലേ. സോ സെറ്റ് ആയിട്ട് എഴുതുക. HHH HHT HTH HTT THH THT TTH TTT കണ്ണന്തേവറ്റി. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ A എന്ന് പറഞ്ഞ സെറ്റ് എന്തായിരിക്കും? കൺസിഡർ ദി ഫോളോയിങ് ഇവന്റ്സ്. ഫസ്റ്റ് ഇവന്റ് A. എക്സാമിന് എഴുതുമ്പോൾ കുറച്ചുകൂടെ വലിപ്പിച്ച് എഴുതണം കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ, let A be the event that no head appears. The sample space when the coin is tossed 3 times the outcomes occurs or the sample spaces എന്നൊക്കെ പറഞ്ഞ് സെന്റൻസ് ഒക്കെ ആക്കി എഴുതണം. നിങ്ങൾക്ക് അറിയാലോ, പഠിപ്പിച്ചിട്ടുണ്ടോ? സോ നോ ഹെഡ് അപ്പിയേഴ്സ്. ഇതിൽ ഈ സാമ്പിൾ സ്പേസിൽ ഹെഡ് ഇല്ലാത്തത് ആർക്ക് മാത്രമേ ഉള്ളൂ? തലക്കനമില്ലാത്ത ഒരേ ഒരാളേ ഉള്ളൂ. അയാളുടെ പേര് ഒറ്റപ്പേര് TTT. ബാക്കി എല്ലായിടത്തും H ഉണ്ട്. ഇനി B ഓഫ് എക്സാക്ട്ലി 1 head appears. ഒറ്റ ഹെഡ്. സോ TTT കഴിഞ്ഞു. അടുത്തതാരാ? ഒറ്റ ഹെഡ് ഉണ്ടെങ്കിൽ TT. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അല്ല 2 ഹെഡ്. ഇവിടെ HTT ഒരു ഹെഡ്, THT ഒരു ഹെഡ്,
ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ വല്ല വിഷമില്ലാതെ നമുക്ക് രക്ഷപ്പെടാം. TTH കഴിഞ്ഞോ? കഴിഞ്ഞു. സി അറ്റ്ലീസ്റ്റ് two heads appear. 2 ഹെഡ് എങ്കിലും വേണം. സോ 2 ഹെഡ് ആകാം, 2 കൂടുതൽ ഹെഡ് ആകാം. 2 ഹെഡ് എങ്കിലും മിനിമം വേണം. സോ 2 2 കൂടുതലുള്ള ഹെഡ്സ്, 2 3. സോ ഫസ്റ്റ് വൺ 3 ഹെഡ്, അടുത്തതിനോ 2 ഹെഡ് HHT. ഇനി ഏതാ 2 ഹെഡ്? 2 2 കൂടുതലോ HTH. ഇനിയുണ്ടോ? 2 2 കൂടുതലോ? ഇല്ല, കഴിഞ്ഞു. കോട്ട കഴിഞ്ഞു. അയ്യോ ഇല്ല, കോട്ട കഴിഞ്ഞില്ലല്ലോ. THH. ഇങ്ങനെ പല അബദ്ധങ്ങളും പരീക്ഷയ്ക്ക് പറ്റും, നിങ്ങൾ പതറരുത്. THH ആ സൈഡിൽ പോയി ഇരിക്കുന്ന കണ്ടോ? സെറ്റല്ലേ? ABC. ഇനി എന്ത് ചെയ്യണം? A intersection B, A intersection C, B intersection C. എഴുതിക്കോ. ഇന്റർസെക്ഷൻ A intersection B. Aക്കും Bക്കും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, പറ്റിച്ച്. Therefore A and B form mutually exclusive events. A and C കോമൺ ഏതെങ്കിലും ഉണ്ടോ? എക്കും സിക്കും ഇല്ല, വീണ്ടും പറ്റിച്ചു. എന്ത് വന്നു? 5. Therefore A and C form mutually exclusive events. ബിയും സിയോ? ബി ഇന്റർസെക്ഷൻ സിയോ? ബിയിലും സിയിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ എല്ലാം ഒരു എച്ചേ ഉള്ളൂ. ഇവിടെ 2 2 കൂടുതൽ എച്ച് ഉണ്ട്. സോ അവിടെയും കോമൺ ഒന്നുമില്ല. സോ ദേ ആർ ഓൾസോ mutually exclusive events. അല്ലേ? ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് കഴിഞ്ഞു. ഇനി എന്താ നോക്കണ്ടേ? A യൂണിയൻ B യൂണിയൻ C. A യൂണിയൻ B യൂണിയൻ C. ഇവരെ എല്ലാരെയും കൂടെ ഒരുമിച്ച് എഴുതി എന്ത് കിട്ടും? നമ്മൾ ഓൾറെഡി സാമ്പിൾ സ്പേസിൽ ടിക്കറ്റാ പോയതല്ലേ. അപ്പൊ ഇതിലൊന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. റിപ്പീറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഇന്റർസെക്ഷൻ 5 വരത്തില്ലായിരുന്നു. പക്ഷേ എല്ലാ എലമെന്റ്സിനും എഴുതിയിട്ടുണ്ട്. സോ A യൂണിയൻ B യൂണിയൻ C എന്ത് തന്നെയാണ്? സാമ്പിൾ സ്പേസ് S അല്ലെ? ഒന്നെങ്കിൽ എയിൽ കാണും, ഇല്ലെങ്കിൽ ബിയിൽ കാണും, ഇല്ലെങ്കിൽ സിയിൽ കാണും അല്ലെ? അപ്പൊ A യൂണിയൻ B യൂണിയൻ C എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സാമ്പിൾ സ്പേസ് S. Therefore A, B and C form mutually exclusive and exhaustive events. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവന്റ്സ്. പഠിച്ചോ? ഇത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ 2 വെച്ച് എടുക്കുക. എന്നിട്ട് അവരുടെ ഇന്റർസെക്ഷൻ 5 ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞ ഏതൊക്കെ ഇവന്റ്സ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും കൂടെ യൂണിയൻ എടുത്ത് കഴിയുമ്പോൾ യു ഷുഡ് ഗെറ്റ് ദി സാമ്പിൾ സ്പേസ് യെസ്. അപ്പം അങ്ങനെ കിട്ടുവാണെങ്കിൽ they are mutually exclusive and exhaustive. Moving to the second question. A committee of 2 persons is selected from 2 men and 2 women. Selected. ഈ വാക്ക് എവിടെ കണ്ടാലും എന്താ ചെയ്യണ്ടേ? സിലക്ഷൻ, കോമ്പിനേഷൻ. ഓക്കെ, ചിലർക്ക് എക്സാമിൽ കൺഫ്യൂഷൻ വരും. ചില ക്വസ്റ്റ്യനിൽ കോമ്പിനേഷൻ എടുക്കുമല്ലോ, ചില ക്വസ്റ്റ്യനിൽ കോമ്പിനേഷൻ എടുക്കും. ഏതൊക്കെ ക്വസ്റ്റ്യനിലാണ് കോമ്പിനേഷൻ എടുക്കുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യനിലാണ് കോമ്പിനേഷൻ എടുക്കാത്തത്? When you see the word selection, selected എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, selected, chosen എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കോമ്പിനേഷൻ ഉണ്ട്. From 2 men and 2 women. അപ്പൊ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേരാ? കമ്മിറ്റിയില് 2 പേര് മതി. എത്ര പേരാ ജാഥയായിട്ട് വന്നിട്ടുള്ളൂ? ഇടിച്ചു കുത്തി 2 total number of people. എത്ര പേരാ വന്നിട്ടുള്ളത്? 2 മാനും 2 മെന്നും 2 വുമനും വന്നിട്ടുണ്ട്. സോ ദേ ആർ 4. 4 പേരുണ്ട്. നമ്മുടെ കമ്മിറ്റിയിൽ എത്ര പേര് മതി? ഔട്ട് ഓഫ് 4 persons 2 has to be selected. എല്ലാരും വേണോ? ഇല്ല, എല്ലാവരോടും നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കമ്മിറ്റി ഫോം ചെയ്യാൻ ഇവരുടെ എല്ലാവരുടെ ആവശ്യമില്ല. ആവശ്യമുള്ളവരെ മാത്രം നമ്മൾ കമ്മിറ്റിയിൽ വെച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്തു? ദിസ് ക്യാൻ ബി ഡൺ ഇൻ 4 പേരിൽ 2 പേര് മതി. 4C2 ways. NCR 4C2 ways. ഇത് 4 പേരിൽ നിന്ന് 2 പേരെ കമ്മിറ്റിയിലേക്ക് എടുക്കുക. ഇനി what is the probability that the committee will have no man? No man എന്ന് പറഞ്ഞാൽ
നോ മാൻ എന്ന് പറഞ്ഞാൽ മാൻ ഉണ്ടോ ഇല്ലയോ നമ്മുടെ വിഷയമില്ല. കമ്മിറ്റിയിൽ ആരാ ഉള്ളത്? പുറത്തു വന്ന ആൾക്കാർ എന്ത് തന്നെ ചെയ്തോട്ടെ, കമ്മിറ്റിയിൽ ആരാ ഉള്ളത്? നോ മാൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിൽ ആര് മാത്രമേ കാണുള്ളൂ? കമ്മിറ്റിയിൽ ആര് മാത്രമേ ഉള്ളൂ? 2 വിമൻ അല്ലെ? 2 വിമനെ കാണത്തുള്ളൂ. ആ 2 വിമനും സെലക്ട് ചെയ്യപ്പെട്ടത് ഔട്ട് ഓഫ് 2 വുമൻസ്. ടോട്ടൽ എത്ര വുമൻ ഉണ്ട്? 2 വുമൻ. ആ 2 വുമനിൽ നിന്ന് കമ്മിറ്റിയിലേക്ക് എത്ര പേരെ സെലക്ട് ആയേ? 2 വുമൻ അല്ലെ? സോ 2 ഔട്ട് ഓഫ് 2 implies 2 women can be selected in total 2 women. അവിടുന്ന് 2 വുമനെ സെലക്ട് ചെയ്തു. 2C2 ways. അപ്പൊ പ്രോബബിലിറ്റി എന്തായിരിക്കും? Therefore probability എന്താ? Probability that the committee will have no man is equal to എന്ന് പറഞ്ഞു എഴുതണം. Number of favorable outcomes divided by total number of outcomes. Total number എത്രയാ? Total number നമ്മുടെ കമ്മിറ്റിയിലുള്ളത് അല്ലെ? ഫേവറബിൾ ഔട്ട്കംസ് എത്രയാ? 2C2 divided by 4C2. എത്ര വന്നു? 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 4C2 4 factorial divided by 2 factorial into 2 factorial. 4 into 3 into 2 factorial 2 into 3. എത്ര വന്നു? 1/6. So 1/6 is the probability. രണ്ടാമത്തെ കേസോ? 1 man. So 1 man show ആണ്. ഇനി ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസ് എല്ലാം നിങ്ങൾ എന്താ എഴുതണം? എക്സാമിന് എഴുതുമ്പോൾ. അപ്പൊ 1 man എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 man is selected from 2 men അല്ലേ? 2C1. 1 man. The committee will have 1 man. കമ്മിറ്റിയിൽ ഒരാണാണ് ഉള്ളത് അല്ലെ? അപ്പൊ 2 ആണുങ്ങളിൽ നിന്ന് ഒരാളെ എടുത്തു. ഒരാളെയും കൊണ്ട് കമ്മിറ്റി ഓടുവോ? ഇല്ല. നമ്മുടെ കമ്മിറ്റിയിൽ എത്ര പേര് വേണം? 2 പേര് വേണം. ഒരെണ്ണം ആണ്, മറ്റേതാരായിരിക്കും? പെണ്ണായിരിക്കും. അപ്പം ഒരാണും വേണം, ഒരു പെണ്ണും വേണം. ഒരാണ് എവിടുന്ന? 2C1. ഇനി ഒരു പെണ്ണോ? 2C1 അല്ലേ? 1 man is selected from 2 men implies 2C1. Therefore committee will have, കമ്മിറ്റിയിൽ എങ്ങനെ പോയാലും 2 പേര് വേണം. Will have 2 മാനിന്ന് ഒരു മാനും 2 വുമണീന്ന് 2 വിമനീന്ന് ഒരു വുമണും. കാരണം എന്താ? ഇൻറ്റു വന്ന് കണ്ടോ? ഇൻറ്റു റിപ്രസെന്റ്സ് ആൻഡ്. പ്ലസ് ആണ് നമ്മൾ ഓറിന് ഇടുന്നത്. ഇൻറ്റു ഫോർ ആൻഡ്, മൾട്ടിപ്ലിക്കേഷൻ ഫോർ ആൻഡ്, അഡിഷൻ ഫോർ ഓർ. നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ടും എന്ത് വേണം? കമ്മിറ്റിയിൽ 2 പേര് വേണം. 2 ആണുങ്ങളിൽ നിന്ന് ഒരാളും വേണം, 2 പെണ്ണുങ്ങളിൽ നിന്ന് ഒരു പെണ്ണും നിർബന്ധമായിട്ടും വേണം. സോ അതുകൊണ്ടാണ് ഇൻറ്റു ഇട്ടത്. Therefore probability എന്തായിരിക്കും? Probability is equal to 2C1 into 2C1 divided by 4C2. എത്ര വന്നു? 2C1 2 factorial divided by 1 into 2 minus 1 എത്ര? 2 into 2 4. 2C1 ന്റെ വാല്യൂ എത്രയാ? 2C1 is 2 into 2 divided by 4C2 is 6. So 4/6 is equal to, simplest form എഴുതിയാൽ 2/3. 4/6 is equal to 2/3. 2C1 മനസ്സിലായല്ലോ, into വന്നു മനസ്സിലായല്ലോ. So 2C1 ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. 2 factorial divided by 1 factorial into 2 minus 1 factorial. 2C1 is 2. So 2 into 2 whole divided by 6, which is 4/6. Simplest form. Always probability എഴുതുമ്പോൾ simplest form എഴുതുക. 2/3 എന്ന് നമുക്ക് കിട്ടും. Third case of 2 men. 2 men. 2 men. 2 men എന്ന് പറയുമ്പോൾ എങ്ങനെ? നിങ്ങൾ തന്നെ ഇത് പറഞ്ഞേ. 2 men. ടോട്ടൽ 2 മെന്നിന്ന് 2 men എടുത്തു. കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. കമ്മിറ്റിയുടെ പുറത്തുള്ളത് നമുക്ക് അന്വേഷിക്കണ്ട. 2 മെന്നിന്ന് 2 men. 2 men out of 4C2. എത്ര വന്നു? 1/6 തന്നെ വന്നു. ചെയ്ത് നോക്കാം കേട്ടോ. 1/6 ഫസ്റ്റ് കേസ് തന്നെ വരും. ഫസ്റ്റില് നോ മാൻ എന്ന് പറയുമ്പോൾ കമ്മിറ്റിയിൽ ആരോ ഉണ്ടായിരുന്നേ? കമ്മിറ്റിയുടെ കാര്യം നമുക്കറിയാം മതി. കമ്മിറ്റിയിൽ 2 women ഉണ്ടായിരുന്നു അല്ലെ? ഇത്തവണയോ 2 men. ഇത് 2 പേരും 2 പേരിൽ നിന്നാണ് വരുന്നത്. 2 men നിന്ന് 2 men അല്ലെങ്കിൽ 2 women നിന്ന് 2 women. So 2C2 divided by 4C2 equal to 1/6 എന്ന് നമുക്ക് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ. ഇത് സ്റ്റാറോ നക്ഷത്രമോ അതെല്ലാം ഒന്നല്ലേ?
എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചോ. റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ മോഡൽ അല്ലെങ്കിൽ ഈ സെയിം വാല്യൂസ്. ഓക്കെ, ഒന്നെങ്കിൽ സെയിം വാല്യൂസ് ചോദിക്കും, അല്ലെങ്കിൽ ഈ മോഡൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള സാധനമാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് പഠിച്ചിട്ട് പോയാൽ തന്നെ പാതി മാർക്ക് കിട്ടും. A and B are two events such that P of A is equal to 1 by 4. P of B is equal to 1 by 2. P of A and B, A and intersection or union is equal to 1 by 8. Find P of A or B. A or B എന്ന് പറഞ്ഞാൽ or എന്ന് പറഞ്ഞാൽ യൂണിയൻ, ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, അല്ലെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കൽ സയൻസിലാണെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ പ്ലസ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു. സോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ക്വസ്റ്റൻ എന്തായിരുന്നു? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എ ഇന്റർസെക്ഷൻ ബി 0 ആയിരിക്കും, 5 ആയിരിക്കും അല്ലെ? എ ഇന്റർസെക്ഷൻ ബി 5 ആയിരിക്കും, അവരുടെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി വരും. ഈ സാധനം 0 ആയിരിക്കും. ഇനി ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാലോ? എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ, എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈവൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് കിട്ടും. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എത്രയാ? 1. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞുള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1 by 4 plus 1 by 2 minus 1 by 8. LCM 8 വരും LCM. സോ എത്ര വന്നു? 2 plus 4 minus 1 by 8. 2 plus 4 6. 6 minus 1 is equal to 5 by 8 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, LCM എടുക്കുക, സോൾവ് ചെയ്യുക, ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെക്കൻഡ് വൺ, P of not A and not B. P of not A and not B. ഈ ഓരോ വാക്കിനെ നമ്മൾ എന്താക്കും? ഓരോ വാക്കിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആക്കും. P of not A, A അല്ലാത്തത് A കോംപ്ലിമെന്റ്, and intersection not B, B അല്ലാത്തത് not A and not B. പോരട്ടെ, ആരാണ്? P of A union B the whole complement. ആരാ പറഞ്ഞേ? ഞാനാ പറഞ്ഞ, ഇപ്പൊ ചെവി കിട്ടില്ലേ? ഡി മോർഗൻസ് ലോ. ഓക്കെ, ലൈവ് വേണോ മോർഗൻ വേണോ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കണം. പ്രിൻസർ ഇവിടുന്ന് ഷൂ വെക്കുന്നു. ഓക്കെ, ഡി മോർഗൻസ് ലോ. കണ്ണു തുറന്ന് കാണും, ഇനി കണ്ടില്ല എന്നാലും പറഞ്ഞേക്കരുത്. Yes, so D Morgan's law അനുസരിച്ച് A complement intersection B complement is equal to A union B the whole complement. So probability എടുത്തപ്പോൾ ഇങ്ങനെ വന്നു. ഇനി A union B the whole complement probability ആണെങ്കിൽ എന്തെടുക്കാം? P of not A. P of A complement എന്തായിരിക്കും? 1 minus P of A. റിസൾട്ട് ഒക്കെ പഠിച്ചിട്ടുള്ള അല്ലേ? ഉണ്ടാകാനുള്ള സാധ്യത ഇത്രയാണെങ്കിൽ മഴ പെയ്യാൻ 25% ചാൻസ് ഉണ്ട്. മഴ പെയ്യാതിരിക്കാൻ ബാക്കി എത്ര ശതമാനം ഉണ്ട്? 75, 100 25 കുറയ്ക്കുക. പ്രോബബിലിറ്റി ആകുമ്പോൾ മാക്സിമം വാല്യൂ എത്രയാ? 1. അപ്പൊ 0.25 പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ ബാക്കി പ്രോബബിലിറ്റി ഇല്ലാതിരിക്കാൻ എത്രയായിരിക്കും? 0.75. സോ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി ഇപ്പൊ എത്രയാ കണ്ടുപിടിച്ചേ? 5 by 8. സോ എന്ത് വന്നു? 1 മൈനസ് 5 by 8 എത്ര വന്നു? 8 മൈനസ് 5 3 by 8. കഴിഞ്ഞു. നിസ്സാര സാധനമേ ഉള്ളൂ, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന സാധനം ആണ്. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. Twist, variety question. Find probability of getting 53 Fridays in a leap year. Leap year സാധാരണ ഒരു വർഷമാണെങ്കിൽ, ഈ വർഷം ലീപ്പ് ഇയർ അല്ലേ? സാധാരണ ഒരു വർഷമാണെങ്കിൽ എത്ര ആഴ്ചയുള്ളേ? 52 വീക്സ് അല്ലേ? അപ്പൊ 53 വീക്സ് അല്ല, ഒരു ദിവസം എക്സ്ട്രാ വരും. സാധാരണ 365 ഡേയ്സ് ആണ്. ലീപ്പ് ഇയർ ആകുമ്പോ എന്താ? 366 ഡേയ്സ് വരും അല്ലെ? അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി അപ്പൊ 53 വീക്സ് ആണ് വരുന്നത്. സോ 366 ഡിവൈഡഡ് ബൈ 7. 7 എന്ത് കണക്കാ? ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ട്. സൺഡേ ടു സാറ്റർഡേ 7 ഡേയ്സ് ഉണ്ട്. സോ എത്ര വീക്കാ വരുന്നത്? 5 35 1 16 2 14 2 days. 52 weeks and 2 days. 366 for
a leap year, there will be 366 days. സാധാരണ വർഷമാണെങ്കിലോ 365 ഡേയ്സേ ഉള്ളൂ. ലീപ് ഇയർ ആകുമ്പോൾ 366 ഡേയ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 52 വീക്സും ഉണ്ട്, 2 ഡേയ്സും ഉണ്ട്. സാധാരണ വർഷമാണെങ്കിൽ 52 വീക്സും ഒരു ദിവസവും. ലീപ് ഇയർ ആണെങ്കിൽ 366 ഡേയ്സ് ആണെങ്കിൽ 52 വീക്സും 2 ഡേയ്സും എക്സ്ട്രാ കാണും. സോ 52 വീക്സിൽ എത്ര ഫ്രൈഡേ ഉണ്ട്? Which implies ഒരു വീക്കിൽ ഒരു ഫ്രൈഡേ അല്ലേ ഉള്ളൂ. 52 ഫ്രൈഡേസ് പ്ലസ് എനി 2 ഡേയ്സ് അല്ലേ? ഈ 2 ദിവസം ഏത് വേണേ ആവാലോ അല്ലേ? ഇപ്പൊ 52 വീക്സ് അവസാനിക്കുന്നത് 52 ആഴ്ച അവസാനിക്കുന്ന ഒരു വെള്ളിയാഴ്ച ആണെങ്കിൽ പിറ്റേ ദിവസം ഈ കാണുന്ന 2 ദിവസത്തിൽ ഒരു ദിവസം എന്തായിരിക്കും? ശനിയായിരിക്കും, അടുത്ത ദിവസം ഞായറായിരിക്കും. ഇനി 52 വീക്സ് അവസാനിക്കുന്നത് ഒരു ട്യൂസ്ഡേ ആണെങ്കിൽ ഈ 2 ദിവസം ഏതായിരിക്കും? വെനസ്ഡേ, തേഴ്സ്ഡേ ആയിരിക്കും. അപ്പൊ 2 ഡേയ്സ് ഏതൊക്കെ വരാം? ഏത് വേണേ വരാം. ക്യാൻ ബി ഒന്നെങ്കിൽ എന്തായിരിക്കാം? ഇത് നമുക്ക് അടുത്ത സ്ലൈഡ് എഴുതി എങ്ങനെ ഇരിക്കും? ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ അടുത്ത സ്ലൈഡ് എഴുതാം. ചുമ്മാ സ്ലൈഡ് വെച്ചിരിക്കരുത്. ഈ 2 ഡേയ്സ് 52 ഫ്രൈഡേസ് ഫിക്സാ എന്തായാലും ഉണ്ട്. 53 വരുന്ന കേസാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇപ്പൊ 2 ഡേയ്സ് ക്യാൻ ബി ഒന്നെങ്കിൽ സൺഡേ മൺഡേ ആയിക്കൂടെ? ഫസ്റ്റ് ഡേ സൺഡേ, സാറ്റർഡേയിൽ അവസാനിച്ചാണെങ്കിൽ സൺഡേ മൺഡേ, അല്ലെങ്കിലോ മൺഡേ ട്യൂസ്ഡേ ആവാം. മൺഡേ ഫ്രൈഡേ ഒന്നും വരത്തില്ലല്ലോ, അതറിയാലോ അല്ലേ? മൺഡേ കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ട്യൂസ്ഡേ അല്ലേ? കാലാവസ്ഥയിൽ വ്യത്യാസം ഉണ്ടോ? ട്യൂസ്ഡേ, വെനസ്ഡേ, ഇനി അതൊക്കെ വരാം. വെനസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അല്ലെങ്കിലോ തേഴ്സ്ഡേ, ഫ്രൈഡേ. ഒരു ഫ്രൈഡേ കണ്ടു സമാധാനം. കഴിഞ്ഞോ? ഇല്ല. ഫ്രൈഡേ സാറ്റർഡേ വരത്തില്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞെന്ന്. ഇല്ല, പറ്റിച്ച്. സാറ്റർഡേ സൺഡേ വന്നെന്താ പുളിക്കൂ? സാറ്റർഡേ സൺഡേ. ഇനി സൺഡേ മൺഡേ വരത്തില്ല എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു. തുടങ്ങിയത് സൺഡേ മൺഡേയിലാണ് കേട്ടോ. ഇതിനൊരു അവസാനം ഇല്ലേ? സോ എത്ര കോമ്പിനേഷൻ ഉണ്ട്? 1 2 3 4 5 6 7. ഈ 7 പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ എത്ര ഫ്രൈഡേ ഉണ്ട്? നമുക്കൊരു ഫ്രൈഡേ വരുന്നത് 53 ഫ്രൈഡേസ് ഉണ്ട്. ഓൾറെഡി 52 ഫ്രൈഡേസ് വന്നു. ഇനി ഒരു ഫ്രൈഡേ കൂടെ വന്നാൽ 53 ഫ്രൈഡേസ് ആവും. പക്ഷെ ഇതിൽ ഏത് കേസാ വരുന്നത് നമുക്ക് അറിയത്തില്ല. ടോട്ടൽ എത്ര കേസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര ഉണ്ട്? ഇങ്ങനെ 52 വീക്സ് കഴിഞ്ഞിട്ട് ഈ 7 പോസിബിലിറ്റി ഉള്ള, ഒന്നെങ്കിൽ 52 വീക്സ് കഴിഞ്ഞിട്ട് ഉള്ള 2 ദിവസം സൺഡേ മൺഡേ ആ, അല്ലെ മൺഡേ ട്യൂസ്ഡേ ആ, ട്യൂസ്ഡേ വെനസ്ഡേ, ഇങ്ങനെ 7 പോസിബിലിറ്റി ഉള്ള. അതിൽ ഫ്രൈഡേ നമുക്ക് 53 ഫ്രൈഡേസ് വരുന്ന ലീപ് ഇയർ ചോദിച്ചത്. ഫ്രൈഡേസിൽ 53 ഫ്രൈഡേസ് ലീപ് ഇയർ വരുന്നതിന്റെ പ്രോബബിലിറ്റി ആണ് ചോദിച്ചത്. ഓൾറെഡി 52 ഫ്രൈഡേസ് ഉണ്ട്. ഇനി ഒരു ഫ്രൈഡേയും കൂടെ വരുന്നത് അത് ഏതൊക്കെ കേസിലാ? ഒന്നെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ വരാം, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ വരാം. വേറെ ഏതിലെങ്കിലും ഫ്രൈഡേ വരുമോ? ഇല്ല. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്രയാ? ഫേവറബിൾ 52 ഫിക്സ്ഡാ. പിന്നെ ഒരു ഫ്രൈഡേ വരുന്ന സംശയമേ ഉള്ളൂ. ഏതൊക്കെയാ? തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ. ഇതിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? 53 ഫ്രൈഡേസ് ആയി ആ ഒരു വർഷം അല്ലെ? അപ്പം പ്രോബബിലിറ്റിയോ കഴിഞ്ഞു. Probability of 53 Fridays in a leap year is equal to 2/7. Number of favorable outcomes divided by total number of outcomes. 7 possibility, 2 possibility. Okay, clear? 3 mark കേട്ടോ. Previous year ആണ്. In a class of 60 students, 30 opted for NCC, 32 എഴുതി വെച്ചേക്കാം. NCC ക്ക് എത്ര പേരാ? 30. N of NCC. N of എന്ന് പറഞ്ഞാൽ number of students who opted for NCC. ഇനി NSS ഓ? NSS ന് എത്ര പേര് വന്നു? 32 വന്നു. 24 opted for both NCC and NSS. Both NSS. AB എന്ന് പേര് കൊടുക്കണേ കൊടുക്കാം. നിങ്ങൾക്ക് എഴുതാൻ മടിയുണ്ടെങ്കിൽ പേര് കൊടുക്കണേ കൊടുക്കാം. കൺഫ്യൂഷൻ ആവണല്ലോ എന്ന് ഓർത്തിട്ടാണ് AB പേര് കൊടുക്കാത്തത്. അപ്പൊ NSS ഇന്റർസെക്ഷൻ NCC അല്ലെങ്കിൽ NCC ഇന്റർസെക്ഷൻ NSS എത്ര പേരുണ്ട്? 24. If one of these students is selected at random, ആരെങ്കിലും ഒരാളെ പിടിച്ചെടുത്തു. Find the probability that the student opted for NSS. ഒരു കാര്യം എഴുതാൻ മറന്നുപോയി. നമ്പർ ഓഫ് കിട്ടി. പ്രോബബിലിറ്റിയോ?
NCC. P of NCC എത്രയാ? 30 പേരുണ്ട് NCC ഔട്ട് ഓഫ് 30 സ്റ്റുഡൻസ്. ഈ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതണമെന്ന് ചോദിച്ചാൽ വേണമെന്നില്ല. കാരണം എന്താ, സോൾവ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഡിനോമിനേറ്റർ 60 കടന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ LCM എടുക്കേണ്ടി വരും. സോ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ എഴുതി കളിച്ചു. NSSന്റെ പ്രോബബിലിറ്റിയോ 32/60. NSS ഇന്റർസെക്ഷൻ NCCയോ NSS ഇന്റർസെക്ഷൻ NCCയോ 24/60. ഓക്കെ, ടോട്ടൽ നമ്പർ വന്നപ്പോൾ പ്രോബബിലിറ്റി ആയി. വെറും നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്പർ മാത്രമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റുഡന്റ് ഓപ്റ്റഡ് ഫോർ NCC or NSS. NCC or NSS. അതിന്റെ പ്രോബബിലിറ്റി P of A union B union or union. ചെയ്തോ തന്നെ ചെയ്തോ. P of A plus P of B minus P of A intersection B. പക്ഷെ ആദ്യം എഴുതിയപ്പോ NCC ഇന്റർസെക്ഷൻ NSS ആയിരുന്നല്ലോ. ഇപ്പൊ NSS ഇന്റർസെക്ഷൻ NCC ആയത് എങ്ങനെയാ മിസ്സേ? A യൂണിയൻ ബിയും B യൂണിയൻ എയും സെയിം ആണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതല്ലേ? അപ്പൊ എന്താണ് 30/60 32/60. NSS 32/60. 30/60 plus 32/60 minus 24/60. കഴിഞ്ഞു. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാക്കുകൾ അതേപടി നമ്മുടെ ഓപ്പറേഷൻസ് ആക്കിയാൽ മതി. പരിപാടി കഴിഞ്ഞു. ഓക്കെ, 30 plus 32 62. 62 എന്ന് 24 കുറച്ചാൽ 42 38 അല്ലെ? 30 out of 60. ഇത് ഇങ്ങനെ മാത്രം എഴുതി നിർത്തരുത്, കാരണം ഇത് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആണ്. ഫൈനൽ ആൻസർ ഷുഡ് ഓൾവേസ് ബി ഇൻ ദി സിംപ്ലിഫൈഡ് ഫോം. ഫൈനൽ ആൻസർ എപ്പോഴും സിംപ്ലിഫൈഡ് ഫോമിൽ ആയിരിക്കണം. 19/30. യൂണിറ്റ് എഴുതിയാൽ ഞാൻ വേറെ വല്ലതൊക്കെ വിളിച്ചു പറയും. കാരണം മുകളിലിരിക്കുന്ന നമ്പർ താഴെ ഇരിക്കുന്ന നമ്പർ കൗണ്ട് ക്യാൻസൽ. സോ യൂണിറ്റ് ഇല്ല പ്രോബബിലിറ്റിക്ക്. ഓക്കെ, സ്ലൈഡ് തീർന്നോ? ഇല്ല. രണ്ടാമത്തെ കേസ് എന്താ? The student has opted neither NCC nor NSS. NCC അങ്ങ് എഴുതിപ്പോയി. NCC അല്ല, NSSഉം NCC അല്ല, NSSഉം അല്ല. A complement intersection B complement. Neither NCC nor NSS. NCC അല്ല, NSSഉം അല്ല, രണ്ടും അല്ല. NCC അല്ല, NSSഉം അല്ല. സോ NCC അല്ലായിരിക്കണം, അറ്റ് ദ സെയിം ടൈം NSSഉം അല്ലായിരിക്കണം. NCC intersection NSS. സോ A complement intersection B complement ആരാണ്? Again De Morgan's law. A union B, the all complement. എന്ത് വന്നു? P of NCC union NSS the whole complement. എത്രയാ? 1 minus P of NCC union NSS അല്ലേ? 1 minus കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ 1 minus യൂണിയൻ എടുത്താൽ മതി. സോ എത്ര കിട്ടി? 1 minus NCC union NSS എത്രയാ? 19/30. എത്ര വന്നു? 11/30 is the probability of opting neither NCC nor NSS. ഇതൊക്കെ എഴുതണം കേട്ടോ സെന്റൻസ് ആയിട്ട്. Student has opted NSS but not NCC. NSS എടുത്തു പക്ഷേ and NCC അല്ല. NSS എടുത്തു, NCC അല്ല. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ക്ലാസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മോഡല്. അയ്യോ, NSS എടുത്തു, പേര് എഴുതിയില്ലേ? NCC അല്ല. എയിലുണ്ട്, ബിയിലില്ല. ആരാണ്? NSS എടുത്തു, NCC അല്ല. NSS ഫുള്ള് ഇത് കവർ ചെയ്യാനിരുന്നു, ആ വട്ടം ഫുള്ള് കവർ ചെയ്യുന്നപ്പോ പറഞ്ഞു NCC അല്ല. സോ NSS എടുത്തു, NCC പെടാത്ത ഏരിയ ഇതാരാണ്? അല്ലേ? A minus B അല്ലേ?
എ മൈനസ് ബി ഇതിലുണ്ട്, ഇതിലില്ല. ഇതിലെ നമുക്ക് അറിയാവുന്ന ടേംസിൽ എങ്ങനെ എഴുതാം? നമുക്കറിയാവുന്ന NSS ന്റെ ഉണ്ട്, NCC യുടെ ഉണ്ട്, ഇന്റർസെക്ഷൻ NSS ഇന്റർസെക്ഷൻ NCC ഉണ്ട്, NSS യൂണിയൻ NCC ഉണ്ട്, അതിന്റെ കോംപ്ലിമെന്റ് ഉണ്ട്. ഇത്ര നമ്മുടെ കയ്യിലുള്ളൂ. മൈനസ് ഒന്നും വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല. സോ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എങ്ങനെ കൺവേർട്ട് ചെയ്യാം? പി ഓഫ് NSS. നോക്കിക്കേ, ഇത് ഏതിന്ന് ഏത് കുറച്ചാൽ മതി? ഇത് മൊത്തം NSS ആ അല്ലെ? NSS ഈ ഒരു പോർഷൻ എടുത്തു കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വാല്യൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയ്ഡഡ് റീജിയൻ കിട്ടും അല്ലെ? നമുക്ക് വേണ്ടതല്ലേ? അപ്പൊ NSS എന്ന് പറഞ്ഞാൽ മൊത്തം വട്ടം NSS, മൊത്തം വട്ടമാണ് ആര്? NSS. NSS ആരെ എടുത്ത് കളഞ്ഞാൽ മതി? ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ എടുത്ത് കളഞ്ഞാൽ. ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ ആരാ? മൈനസ് ആരാ? പി ഓഫ് ഇന്റർസെക്ഷൻ അല്ലേ രണ്ടുപേരുടെ? NSS ന്റെയും NCC യുടെ ഇന്റർസെക്ഷൻ ആണ്. NSS ന്റെയും NCC യുടെയും ഇന്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? NSS മൈനസ് NCC ആണ്. അതിനെ എങ്ങനെ എഴുതാം? NSS ന്റെ പ്രോബബിലിറ്റി NSS ന്റെയും NCC യുടെയും ഇന്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്യുക. NSS ന്റെ വാല്യൂ എത്രയാ? എക്സാമിലൂടെ തിരിഞ്ഞു പോരുതേ. ഫസ്റ്റ് വൺ തന്നിരിക്കുന്ന NCC, സെക്കൻഡ് വൺ ആണ് എന്ത്? NSS. അത് എത്രയാ? 32 ഔട്ട് ഓഫ് 60. 32/60 മൈനസ് ഇന്റർസെക്ഷനോ എത്രയാണ്? 24/60. എത്ര വന്നു? 32 minus 24, 6 to 8, 8/60. എത്ര വന്നു? 2/15 is the probability. 8/60 4 വെച്ച് ക്യാൻസൽ ചെയ്യുക. സോ 2/15 is the probability. ക്ലിയർ? അപ്പൊ അതും കഴിഞ്ഞു, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇമ്പോർട്ടന്റ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. Find the probability that when a hand of 7 cards is drawn from a well shuffled deck of 52 cards, it contains all kings, 3 kings. 7 cards is drawn, is selected, is chosen. 52 കാർഡ് ഉണ്ടായിരുന്നു, അതിൽ 7 കാർഡ് കൊണ്ടുപോയി. ഔട്ട് ഓഫ് 52 cards, 7 cards can be chosen in. 52 കാർഡിൽ നിന്ന് 7 കാർഡ് എടുത്തു, ഡ്രോ ചെയ്തു. Out of 52, 7 cards are selected in 52C7 ways. In എടുത്തു. It contains all kings. എത്ര കിങ് ഉണ്ട്? കാർഡിന്റെ കഥയൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വേണം ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് ബ്രീഫ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ടോട്ടൽ 52 കാർഡ്സ്. ഫ്രണ്ട്സാറെ മൊത്തം കറക്റ്റ് ആയിട്ട് അറിയത്തില്ലേ? ഇല്ല. അതില് 26 ബ്ലാക്കും 26 റെഡും. മൊത്തം 4 സ്യൂട്ട് ആണുള്ളത്. അതിൽ 2 സ്യൂട്ട് ബ്ലാക്കും 2 സ്യൂട്ട് റെഡും. ബ്ലാക്ക് ആരൊക്കെയാ? 13 സ്പേഡ്സും 13 ക്ലബ്സും. റെഡോ 13 ഹാർട്ട്സും 13 ഡയമണ്ട്സും. ഇനി ഈ 13 പേര് ആരൊക്കെയാ? ഏസ് കാർഡ് ഉണ്ട്, 2 3 4 5 6 7 8 9 10, ജാക്ക്, ക്വീൻ, കിങ്. കഴിഞ്ഞു. ഏസ് കാർഡ് 2 3 4 5 10 വരെ നമ്പേഴ്സ്, ജാക്ക്, ക്വീൻ, കിങ്. ഇങ്ങനെ 13 പേര് സ്പേഡ്സ് ഉണ്ട്, 13 ക്ലബ്സ് ഉണ്ട്, 13 ഹാർട്ട്സ് ഉണ്ട്, 13 ഡയമണ്ട്സ് ഉണ്ട്. സോ കിങ് എവിടെയൊക്കെ ഉണ്ട്? സ്പേഡ്സിന്റെ ഒരു കിങ് ഉണ്ട്, ക്ലബ്സിന്റെ ഒരു കിങ് ഉണ്ട്, ഹാർട്ട്സിന്റെ ഒരു കിങ് ഉണ്ട്, ഡയമണ്ട്സിന്റെ ഒരു കിങ് ഉണ്ട്. 4 കളറിലും, 4 കളറല്ല 4 സ്യൂട്ടിലും ഓരോ കിങ് വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഓൾ കിങ്സ്, അതായത് എടുക്കുന്ന കാർഡില് കണ്ടെയ്ൻസ് ഓൾ കിങ്സ്. ഓൾ കിങ്സ് എത്ര പേരാ ഉള്ളേ? ഔട്ട് ഓഫ് 4 kings, 4 kings are selected അല്ലെ? എടുക്കുന്നതിനകത്ത് നമ്മൾ 7 കാർഡ് എടുത്തു, 7 കാർഡ് എടുത്തു, അതിന് എല്ലാ കിങ്ങും ഉണ്ടായിരിക്കണം. സോ 4C4, 4 കിങ്ങില് 4 കിങ്ങേ ഉള്ളൂ, 4 കിങ്ങില് 4 കിങ് ആയിരിക്കണം. 4 കാർഡ് എടുത്തിട്ട് പോയാ മതിയോ? പോരാ. മൊത്തം 52 കാർഡിൽ നിന്ന് എത്ര കാർഡാ ടോട്ടൽ എടുത്തത്? 7 കാർഡാ എടുത്തേ. അതിൽ 4 കിട്ടിയിട്ടുള്ളൂ. ബാക്കി 3 എടുക്കണ്ടേ? ബാക്കി 3 എടുക്കണ്ടേ? ബാക്കി 3 ഇവിടുന്ന് എടുക്കുന്നത്. ബാക്കി 3 ഇവിടുന്ന് എടുക്കുന്നത്. ഓക്കെ,
4 കാർഡ് എടുത്തു, അതിൽ 4 കിങ്. ഇനി 3 കാർഡ് എടുക്കണം. എത്ര പേരിന്ന് എടുക്കാം? റിമൈനിങ് എത്ര കാർഡ് കൂടെ ആണോ മൊത്തം 7 ആവാൻ? 3 cards can be selected from. എത്ര പേരിന്ന് എടുക്കാം? 52 കാർഡിൽ 4 എണ്ണം എടുത്തു, ബാക്കി 48 കാർഡിൽ 4 എടുക്കണം, 3 കാർഡിന് എടുക്കണം. അത് ഓൾ കിങ്സ് എന്ന് പറയുമ്പോൾ ഉള്ള എല്ലാ കിങ്സിനെ എടുക്കണം. ആകെ 4 കിങ്സേ ഉള്ളൂ, അതിൽ നിന്ന് 4 എണ്ണം എടുത്തു. പിന്നെ ബാക്കി ടോട്ടൽ 7 പേര് എന്തായാലും എടുത്തല്ലോ. 4 കിങ്ങിനെ എടുത്തു, ബാക്കി 3 പേരെ എവിടെ നിന്ന് എടുക്കണം? ബാക്കി 48 കാർഡിൽ നിന്ന് എടുക്കണം. 52ൽ 4 എണ്ണം എടുത്തു, കിങ് ആണ്. ബാക്കി 42ൽ നിന്ന് 3 പേരെ എടുക്കണം. അപ്പൊ എങ്ങനെ വരും പ്രോബബിലിറ്റി എങ്ങനെ വരും? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. 4 പേരിൽ 4 കാർഡ് എടുത്താ മതിയോ? പോരാ. ആൻഡ് ഓൾസോ 48 പേരിൽ നിന്ന് 3 പേരെ എടുക്കണം. ഔട്ട് ഓഫ് 52 C7. ടോട്ടൽ നമ്പർ നമ്മൾ മറ്റേ 1 man 1 woman കമ്മിറ്റി എടുത്തില്ല, സെയിം പരിപാടി. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഏതാ? 52 കാർഡിൽ നിന്ന് 7 കാർഡ് എടുക്കണം, അതാണ് ടോട്ടൽ ഔട്ട്കം. ഇനി ന്യൂമറേറ്ററിലോ ഓൾ കിങ്സ്, എല്ലാം കിങ് ആയിരിക്കണം. മൊത്തം 4 + 48, 52 കാർഡിൽ നിന്ന് 4 + 3 7 കാർഡ് എടുക്കണം. ഓക്കെ, 4 കാർഡിൽ നിന്ന് 4 കിങ്, ബാക്കി 48 കാർഡിൽ നിന്ന് 3 വേറെ കാർഡ്സ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ്. അത് കഴിഞ്ഞു. അതിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ എങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, ഇത് സോൾവ് ചെയ്യേണ്ടി വരും. 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്, അറിയാലോ. 48 factorial divided by 3 factorial into 48 minus 3 whole factorial whole divided by 52 factorial divided by 7 factorial into 52 minus 7 factorial. ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ എഴുതണം. കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് പെർമിറ്റേഷൻ കോമ്പിനേഷൻ കണ്ടുപിടിച്ച് ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് ചെയ്യണം. ഞാനിവിടെ ആൻസറിനെ ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്, ബിക്കോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ലല്ലോ. സോ ഇതിന്റെ ആൻസർ വരുന്നത് 1/7735 എന്നുള്ളതായിരിക്കും. ഇതിന്റെ പ്രോബബിലിറ്റി തെറ്റിക്കാതെ ചെയ്യണം കേട്ടോ, കാൽക്കുലേഷൻ പാർട്ട് തെറ്റിക്കാതെ ചെയ്യണം. രണ്ടാമത്തത് എന്താണ്? 3 കിങ്സ്, അതായത് 7 കാർഡ് എന്തായാലും എടുക്കണം. 7 കാർഡിൽ 4 എണ്ണമാണ് കിങ് ഉള്ളത് അല്ലേ? 4 കിങ്സിൽ നിന്ന് എത്ര കിങ്സ് മതി? 3 കിങ്സ് ക്യാൻ ബി സെലക്ടഡ് ഇൻ. 4 പേരിൽ നിന്ന് 3 പേരെ എടുക്കണം. 4C3 വേസ്. 3 കിങ്ങിനെ എടുത്തു. ഇനി എത്ര കാർഡ് കൂടെ വേണം? ടോട്ടൽ 7 കാർഡിൽ 3 എണ്ണം കിങ്, ബാക്കി എത്ര കാർഡ് വേണം? 4 കാർഡ് വേണം അല്ലേ? സോ റിമൈനിങ് 4 cards can be selected from. ആരെടുത്തുന്ന? 4 കിങ്ങിന്ന് 3 കിങ് എടുത്തു. ബാക്കി എത്ര കാർഡ് ഉണ്ട്? ബാക്കി 4 പേരെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര കാർഡ് ഉണ്ട്? 48 കാർഡ്സിൽ നിന്ന് ബാക്കി 4 പേരെ എടുക്കണം. എങ്ങനെ എടുക്കും? 48C4 വേസ്റ്റ്. 7 കാർഡിൽ 3 കിങ്, ബാക്കി 4 എണ്ണം ഏത് വേണേലും ആകും. 3 എണ്ണം കിങ് ആയിരിക്കണം 7 എണ്ണം എടുക്കുന്നില്ല. സോ ബാക്കി 4 പേര് എവിടെ നിന്ന് എടുത്തു? 48. 4 കിങ് കാർഡ് അല്ലാതെ ബാക്കി, കാരണം 4ാമത്തെ ഓൾറെഡി കിങ് കാർഡ്, അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ബാക്കി 48 പേരിൽ നിന്ന് വേണം ഈ പറഞ്ഞ 4 പേരെ എടുക്കാൻ. പ്രോബബിലിറ്റി എങ്ങനെ വരും? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ത് വരും? 4C3 and into 48C4 divided by 52C7. 4 factorial divided by 3 factorial into 4 minus 3 factorial into 40 factorial divided by 4 factorial into 48 minus 4 factorial whole divided by 52 factorial divided by 7 factorial into 52 minus 7 factorial. And there is solve with it. Your final answer will be what? Password അടിച്ചു കൊടുക്കണം തോന്നുന്നു. എൻ്റെ ഫോൺ എന്നെ പറ്റിച്ച് ഫിംഗർ പ്രിന്റ് ഒന്നും വർക്ക് ആവുന്നില്ല. എന്തായാലും യെസ്, ഇൻ 9/1547 days. ഓക്കെ, പ്രോബബിലിറ്റി എത്രയാണ്? 9/1547. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യണേ, കാൽക്കുലേഷൻ പാർട്ട് തെറ്റിക്കല്ലേ. തേർഡ് പാർട്ട്, അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എന്ന് പറഞ്ഞാൽ മിനിമം 3 കിങ് വേണം. മാക്സിമം എത്ര വേണേലും എത്ര എണ്ണം ഉണ്ട് പിന്നെ? 3 കിങ്സ് കഴിഞ്ഞിട്ട് പിന്നത്തെ പ്രോബബിലിറ്റി എത്രയാ? 4 കിങ്സിന്റെ. സോ അറ്റ്ലീസ്റ്റ് 3 കിങ്സ്, അറ്റ്ലീസ്റ്റ്
probability of obtaining at least 3 kings എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 3 കിങ്സ്, 3 കിങ് എങ്കിലും വേണം. അതായത് 3 കിങ് ആകാം, 3 കൂടുതലാവും. 3 കൂടുതൽ എത്ര എണ്ണം പറ്റും? 4 കിങ് പറ്റും. 5 കിങ് പറ്റുമോ? ഇല്ല. 5 കിങ് ഉണ്ടോ? ഇല്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് 3 കിങ്സ്, 3 കിങ് എങ്കിലും മിനിമം വേണം. അറ്റ്ലീസ്റ്റ് 3 കിങ്, 3 കിങ് എങ്കിലും മിനിമം വേണം. സോ മിനിമം 3 കിങ്, അല്ലെങ്കിൽ ഓർ അറ്റ്ലീസ്റ്റ് 3 കിങ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് 3 കിങ്സ് ആകാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് obtaining 4 kings ആകാം അല്ലേ? ഒന്നെങ്കിൽ 3 കിങ്സ്, അറ്റ്ലീസ്റ്റ് 3 കിങ്സ് എങ്കിലും വേണം. സോ 3 കിങ്സിന്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എന്തായിരിക്കും? 4 കിങ്സിന്റെ പ്രോബബിലിറ്റി. 3 കിങ്സിന്റെ പ്രോബബിലിറ്റി ആണ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് 1/7735 പ്ലസ് 4 കിങ്സിന്റെ പ്രോബബിലിറ്റി ആണ് ഇപ്പൊ കണ്ടുപിടിച്ചത് 9/1547. LCM എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. 1547 പ്ലസ് 9 into 7735 ഹോൾ ഡിവൈഡഡ് ബൈ 7735 into 1547. എത്ര കിട്ടി പ്രോബബിലിറ്റി? 46/7735. 46 divided by 7735 is the probability. So ഇത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ലിറ്ററലി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. പ്രോബബിലിറ്റിയുടെ കേസിലേക്ക് നമ്മൾ ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്യുക, ആ ഒരു കാര്യമുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദീസ് ആർ ദി മെയിൻ ക്വസ്റ്റ്യൻസ് ഫ്രം ദി ചാപ്റ്റർ പ്രോബബിലിറ്റി. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ തന്നെ എനിക്ക് തോന്നുന്നു പ്രോബബിലിറ്റിന്ന് ഓൾമോസ്റ്റ് എല്ലാ മാർക്കും കിട്ടും. സച്ച് ആൻ ഈസി ചാപ്റ്റർ. സോ മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അടുത്ത ചാപ്റ്റർ വീഡിയോ ആയിട്ട് കാണാം. Until then, take care, have a great day, bye.